അപ്പോൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെള്ളക്കടലയുടെ കറിയാണ് കേട്ടോ. ഞങ്ങൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല വറ്റിച്ച് നല്ല കുറുക്കിയൊക്കെ എടുത്തിരിക്കുന്ന ഒരു വെള്ളക്കടലയുടെ കറിയാണ്. ഞാനൊരു ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഈ കുറുമൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കടലക്കുറുമ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് തലേന്ന്, അതായത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഒരു 6-7 വിസിൽ വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വെന്ത് കിട്ടും. അപ്പം അതവിടെ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിൽ ബേ ലീഫ്, പട്ട, കറിയാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരില്ലേ നമ്മുടെ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയ ജീരകം എന്ന് പറയുന്നത് ഒരു ടീസ്പൂണ്. ഞാൻ ഇപ്പോൾ ഒരു കയ്യിലെടുത്തിട്ടാണ് ഇടുന്നത്. നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു ചെറിയൊരു ടീസ്പൂണിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, 2 വലിയ പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും മീഡിയത്തിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത്, അതും കൂടെ അധികം കട്ടിയില്ല കേട്ടോ, അങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ നേരിയൊരു ബ്രൗൺ കളറാവില്ലേ, അതേപോലെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. ഞാൻ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ കടലയിൽ വേവിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ, കൂടി പോകണ്ടേ. എന്നിട്ട് ആ സവാളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു വെച്ചാൽ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ്. അതും കൂടെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊന്നും ആ ഒരു മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരില്ലേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എന്താ പറയുക, മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടല വേവിച്ച ആ വെള്ളത്തെ പാട ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഉപ്പ് നമ്മൾ ഈ വെള്ളത്തെ പാട ചേർക്കുന്ന സമയത്ത് ആ ഒരു ഉപ്പ് ഈ ഒരു ഉപ്പും കൂടി ചേർന്ന് കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചാണ് കറക്റ്റ് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. അതും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഈ മസാലയിൽ ഇതൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു വരും. എന്നിട്ടൊന്ന് നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ കൂടുതൽ വെള്ളമില്ലല്ലോ, ഒക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കേണ്ട, ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് ഇപ്പോഴും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, സിമ്മിൽ വെക്കുക. ഇതിലൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടല കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പത്തിൻ്റെ കൂടെയാലും പുട്ടിൻ്റെ കൂടെ ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, എന്തിൻ്റെ കൂടെയാലും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.